അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടാം ക്ലാസ്സിലെ ദുറൂസിലെ ഒന്നാമത്തെ ഭാഗത്തിലെ രണ്ടാമത്തെ പാഠം അദ്ദർസുസ്സാനി. അസ്സലാമു അലൈക്കും. സഫീർ, നിന്റെ അമ്മാവനാണല്ലോ ആ ഇരിക്കുന്നത്. ഷമീം, അതേ അമ്മാവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷമീം സലാം ചൊല്ലി വലത് കൈ നീട്ടി മുസാഫഹത്ത് ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ ഷമീം കൈ കൊടുത്തത്? അങ്ങനെ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാവൻ സലാം അടക്കി. രണ്ടു പേരും സംസാരിച്ചു. ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു. സഫീർ, നിന്റെ അമ്മാവനോട് നീ അസ്സലാമു അലൈക്കും പറയാറുണ്ടോ, സലാം പറയാറുണ്ടോ? ഷമീം, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയൽ. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയൽ. സഫീർ, മുസ്ലിമുകൾ തമ്മിൽ കടമകളുണ്ടോ? ഷമീം, അതെ, 6 കടമകളുണ്ട്. പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് സലാം പറയൽ. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ പരസ്പരം, എല്ലാ മനുഷ്യന്മാരും ഒരുപാട് കടമകളുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം 6 കടമകളുണ്ട്. മുസ്ലിം ആണെന്ന് പറഞ്ഞ അവകാശപ്പെട്ട 6 കടമ. പ്രധാനപ്പെട്ട കുറേ ഉണ്ട്. പ്രധാനപ്പെട്ട 6, അതിൽ പ്രധാനപ്പെട്ടതാണെന്ത്? കണ്ടാൽ സലാം പറയുക. നിങ്ങൾ പറിച്ചിട്ടുണ്ടോ? ഉമ്മാനോട് അസ്സലാമു അലൈക്കും പറിച്ചിട്ടുണ്ടോ? മദ്രസക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും നീട്ടിപ്പോയി. അതല്ലാണ്ട് അമ്മാനെ കല്യാണപ്പിരന്ന് കണ്ടാൽ അസ്സലാമു അലൈക്കും പറയും. ആശുപത്രിയിൽ ഉമ്മാനെ കൊണ്ട് അസ്സലാമു അലൈക്കും പറയും. അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ കൂട്ടുകാരെ കണ്ട അസ്സലാമു അലൈക്കും പറയുമ്പോൾ അമ്മാനോടും സലാം പറയണം, ഉപ്പാനോടും സലാം പറയണം. അങ്ങനെ അവർ നമ്മൾ അങ്ങോട്ട് പറയും. നമ്മുടെ കുട്ടികൾ ഒരു വലിയവർ, അപ്പം നമ്മൾ അങ്ങോട്ട് സലാം പറയണം. അങ്ങനെ അസ്സലാമു അലൈക്കും. ഉമ്മച്ചിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പച്ചിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താത്താനെ കാണുമ്പോൾ, കാക്കാനെ കാണുമ്പോൾ, എളാപ്പാനെ കാണും, മൂത്താപ്പാനെ കാണുമ്പോൾ ഒക്കെ അസ്സലാമു അലൈക്കും. ചിലവില്ലാണ്ട് കിട്ടും. നല്ല ബുദ്ധിയുള്ള കുട്ടികളാകും അസ്സലാമു അലൈക്കും പറഞ്ഞ കുട്ടികൾ. നല്ല പഠിച്ചതിന് കുട്ടികളാവും അസ്സലാമു അലൈക്കും. അതിനർത്ഥം എന്താ? അള്ളാഹിൻ്റെ രക്ഷ എനിക്ക് ഉണ്ടാകട്ടെ എന്നേന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ രക്ഷ കിട്ടിയാൽ വലിയ കുട്ടിയാവൂലേ? അതുകൊണ്ട് എല്ലാവരോടും അസ്സലാമു അലൈക്കും പറഞ്ഞോണ്ടി. സഫീർ, ഇവയെല്ലാം നിനക്കറിയുമോ? മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള 6 കടമ എനിക്കറിയാം. ഷമീം, അതെ, നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? 1, കണ്ടുമുട്ടിയാൽ സലാം പറയുക. മക്കളെ, 1, കണ്ടുമുട്ടിയാൽ സലാം പറയുക. 2, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ഒരു പരിപാടിക്കോ മറ്റോ ഒരാൾ ക്ഷണിച്ചാൽ അത് പോകാതിരിക്കരുത്. ക്ഷണം സ്വീകരിക്കണം. അവൻ്റെ മനസ്സിന് വേദനിപ്പിക്കരുത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. ഞാനൊരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ അഭിപ്രായം എന്താണ്? നല്ലത് പറഞ്ഞു കൊടുക്കണം, അവനെ കൊണ്ടുപോയി കൊടുക്കരുത്. ഉപദേശം തേടിയാൽ നല്ലത് സ്വീകരിക്കുക, നന്മ ഉപദേശിക്കുക. നമ്മൾ ഒരു നമ്മളാളിലൊന്നും ഇല്ലട്ടോ, വേറെ നാട്ടിലെ ഒരു കുട്ടി അറിയാണ്. ഒരു കുട്ടി എന്ത് ചെയ്ത് പേടിക്ക് മീൻ വാങ്ങാൻ വേണ്ടി പോയി. ഉമ്മാക്ക് ആ മീൻ കൊണ്ട് ഉമ്മ കുറേ ചീത്ത പറഞ്ഞു. നല്ല അമ്മയാണ്ടാണ്, എൻ്റെ മോനെ ഈ ചീഞ്ഞ മീൻ വാങ്ങണ്ടേനോ പാട്ടും കാണുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത്, കണ്ടാൽ നല്ല മീനാണ്, കുട്ടിനെ പറഞ്ഞും കാര്യമല്ല. അങ്ങനെ ഇപ്പം ഉമ്മാടെ ചീത്തയൊക്കെ കേട്ട് ഉമ്മ മീനൊക്കെ വെച്ച് ഒക്കെ വളഞ്ഞ് വൃത്തികേടായി. ഉമ്മ ഇടങ്ങാറായി, ഓനും ഇടങ്ങാറായി. അങ്ങനെ എന്ത് ചെയ്യാണ്, എൻ്റെ കൂട്ടുകാരനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ മീൻ വാങ്ങാനാണ്. നല്ല മീൻ ഉണ്ടാവില്ല അങ്ങാടിയിൽ. അവൻ പറയും, സൂപ്പർ മീനാണ് കാക്കാനെ മീൻ. ഓനാ ചീഞ്ഞ മീൻ വാങ്ങി കൊടുത്ത് പോയിട്ട് ഓനെ പറഞ്ഞു. ഇങ്ങോട്ട് ഓനും ചീഞ്ഞ മീൻ വാങ്ങി പോകുന്നു. അല്ല, ഉപദേശം തേടിയാൽ നല്ല. അതാണ് ഞാൻ അവിടെ പോട്ടോ, അവിടുത്തെ മീൻ എന്തോന്നറിയില്ല,
എൻ്റെ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. ബസ് കുറ്റം പറയരുത്. വേറൊരാൾ പനിച്ചിട്ട് ഒരു 2 ആഴ്ച കുട്ടിനെ കൊണ്ട് ഇങ്ങനെ നടക്കണം ഡോക്ടറത്തേക്ക്. ആ ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തിട്ട് മാറുന്നില്ല. അങ്ങനെ അപ്പുറത്ത് കുട്ടിക്ക് പനി വന്നു. ചോദിച്ചു എങ്ങോട്ടാ അപ്പോൾ കുട്ടീനെ കൊണ്ടുപോകാൻ നല്ലത്? അങ്ങോട്ട് കൊണ്ടുപോയിക്കോളിയേ, നല്ല ഡോക്ടറാണ്. 2 ആഴ്ച കുറിച്ച് മരുന്ന് അസുഖം മാറാണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് മരുന്ന് കുടിച്ച് 2 ദിവസം കൊണ്ട് മാറിയിരിക്കണ്. അവൾ നല്ല അവൾ പഠിച്ചോനെ അങ്ങോട്ടൊന്നും പോകണമെന്നില്ല, ഇങ്ങോട്ട് പോയിക്കോളി. അവിടെ പോയി അങ്ങനെ കണ്ട് എന്താണെന്ന് അറിയില്ല, എൻ്റെ കുട്ടിക്ക് മാറിയില്ല, ഭേദപ്പെട്ടില്ല എന്ന് പറയാം. നിങ്ങൾ ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. ഒരു സ്ഥലത്ത് വയ്യ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക? നല്ല വഴി പറഞ്ഞു കൊടുക്കുക, ഇടങ്ങുള്ള വഴി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. 3-ാമത്തേത്. 4, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കേട്ടവൻ തസ്മീദ് ചൊല്ലുക. ഒരാൾ ചീയർ അപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാ, അപ്പോൾ കേട്ടാൾ യർഹമുക്കല്ലാ. രോഗിയായാൽ സന്ദർശിക്കുക. 5, രോഗം വന്നു എന്നറിഞ്ഞാൽ അവിടെ ഒന്ന് പോകണം. കൂട്ടുകാരൻ വന്നില്ല, 2-3 ദിവസമായി പനിയാണ്, കിടപ്പിലാണെന്നറിഞ്ഞാൽ മദ്രസ വിട്ടിട്ട് നമ്മളൊന്ന് പോയി നോക്കല്ലേ എന്നും പറഞ്ഞുങ്ങാണ്ട് 4-5 ആൾ സെറ്റായിട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും, എന്നെ കണ്ടില്ല, പനിയല്ലേ എന്നൊക്കെ ചോദിച്ചെന്ത് ചെയ്യുക? ഒന്ന് സന്ദർശിക്കുക. കൂട്ടുകാരനാകാം, കൂട്ടുകാരൻ്റെ അമ്മയാകാം, കൂട്ടുകാരൻ്റെ ഉപ്പയാകാം, കൂട്ടുകാരൻ്റെ വല്യപ്പയാകാം. അങ്ങനെയൊക്കെ നമ്മൾ സുഖമില്ലാത്ത ആളുകളെ പോയി സന്ദർശിക്കുക. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കടമയാണ്. 6-ാമത്തെ കാര്യം കേട്ടോ, മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക. മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക, അഥവാ മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിവയാണവ. സഫീർ 6-ൽ 1 സലാം പറയൽ. 1-ാമത്തെ അല്ല സമീം പറയേ ഷമീമതേ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു. അതേ, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു എന്ത്? മലക്കുകൾക്ക് സലാം പറയുക. ആദം നബി അലൈഹിസ്സലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം അടക്കി. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച അല്ലാഹ് പറയാണ്, ആദം നബിയെ മലക്കുകളോട് അസ്സലാമു അലൈക്കും പറയും. മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും പറഞ്ഞു. കേട്ടോ, മലക്കുകൾ വഅലൈക്കുമുസ്സലാം എന്നും പറഞ്ഞു. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുകയും നന്മയും ബറക്കത്തും കൊണ്ടുവരും. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും, നന്മയും ബറക്കത്തും കൊണ്ടുവരും. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ കുട്ടികൾ നല്ല സ്നേഹം ഉണ്ടാവും. ക്ലാസ്സിലെപ്പോഴും സ്നേഹിക്കാരും തല്ലും പിടി ഉണ്ടാവില്ല. നന്മ ഉണ്ടാകും, ബറക്കത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ സുന്നത്തുള്ളൂ, പക്ഷെ അത് കേട്ടാൽ പിന്നെ മടക്കൽ നിർബന്ധമാണ്. കുരുട്ട് പിടിക്കാൻ പാടില്ല, നമ്മൾ കൂലാന്ന് പറയാൻ പാടില്ല, മടക്കൽ നിർബന്ധമാണ്. മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്. വലിയ പ്രതിഫലമുള്ള ഒന്നാണ് അസ്സലാമു അലൈക്കും പറയൽ. സഫീർ മോൻ ചോദിക്കാൻ, ആർക്കാണ് അസ്സലാമു അലൈക്കും, ആർക്കാണ് സലാം പറയേണ്ടത്? അത് കേട്ടോളൂ നിങ്ങൾ. വാഹനത്തിൽ പോകുന്നവൻ, നടക്കുന്നവൻ, ഇരിക്കുന്നവനോ, ചെറിയവൻ വലിയവനോ, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. നമ്മൾ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ നടക്കുന്നുള്ള അസ്സലാമു അലൈക്കും പറയണം. നമ്മളെപ്പറ്റി വന്ന് സ്കൂട്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുപോകും മദ്രസന്ന്. അപ്പോൾ നമ്മളെ കൂട്ടുകാർ ഇങ്ങനെ നടന്നു പോകണം, അസ്സലാമു അലൈക്കും പറയണം വാഹനത്തിൽ പോകുന്ന ആൾ. അതേ നമ്മളിങ്ങനെ മദ്രസ വിട്ട് നടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ്, നമ്മളെ കൂട്ടുകാരന്ന് മദ്രസക്ക് വന്നിട്ടില്ല, എന്തോ ലീവാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്, അപ്പോൾ ഓരോട് അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയണം. അതുപോലെ തന്നെ നമുക്ക് 12 വയസ്സാണ്, കുട്ടിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 6-8 വയസ്സാണ്. നമ്മളെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ആൾ ഇങ്ങോട്ട് പറയണം. അല്ല, നമ്മൾ ചെറുതാണ്, നമ്മളെ മുമ്പിൽ വലിയ ആൾ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെറിയ ആൾ വലിയ ആളോട് സലാം പറയണം.
അതുപോലെ ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. 5 ആൾക്കാർ ഇവിടുന്ന് വരുന്നുണ്ട്, 7 ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഈ 5 ആളുകളാണ് അസ്സലാമു അലൈക്കും പറഞ്ഞ് സലാം കൊണ്ട് തുടങ്ങേണ്ടത്. അപ്പോൾ അവർ വഅലൈക്കും അസ്സലാം, ഇങ്ങോട്ട് ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. ഈ സലാം പറയാൻ പറ്റാത്തവരുണ്ടോ? ഉണ്ട്. അതാരാണ്? ഫാസിഖിനും മുബ്തദിഇനും സലാം പറയരുത്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ദോഷം ചെയ്യുന്ന ആൾക്കാർ, ചെറിയ ദോഷം നിത്യമായി ചെയ്യുന്ന ആളുകൾ. മുബ്തദി നവീനവാദി, ഇസ്ലാമിലില്ലാത്ത ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി ജീവൻ ചെലവഴിക്കുന്നവൻ, പുത്തനാശയക്കാർ. അവരുടെ സലാം പറയരുത്, മടക്കുകയും അരുത്. അവർ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയണ്ട. അള്ളാന്റെ മതത്തിന് വികലപ്പെടുത്തിയവരോട് നീ സ്നേഹം പ്രകടിപ്പിക്കണ്ട. മുജാഹിദ്, 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 ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതനാശയക്കാരാണ് മുബ്തദിഉകൾ. മുജാഹിദ് കണ്ടിട്ടില്ല? മുജാഹിദീങ്ങൾ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണ്ട. ജമാഅത്തെ ഇസ്ലാമി അതുപോലത്തെ വേറെ പേച്ച വർഗ്ഗമാണ്. തബ്ലീഗ് ജമാഅത്ത് ഇവരൊക്കെ മുസ്ലിമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അവരൊക്കെ റേഷൻ കാർഡുമ്പോൾ മുസ്ലിം എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഒരു പുത്തനാശയക്കാരാണ്. ഒരു അസ്സലാമു അലൈക്കും പറയണ്ട. ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മടക്കും വേണ്ട. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ വലിയ കുട്ടികളാണ് പഠിക്കൂട്ടോ. മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ശൗച്യം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, ബാങ്കോ ഇഖാമത്തോ വിളിക്കുന്നവർ, അഥവാ അദാനോ ഇഖാമത്തോ വിളിക്കുന്നവർ, വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, വായിൽ ഭക്ഷണമുള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല. മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല. ഒരാൾ ടോയ്ലറ്റിലാണ്, അപ്പോൾ അസ്സലാമു പറയണ്ട. അതുപോലെ തന്നെ ഒരാൾ കുളിക്കുകയാണ്, ഒരാൾ വുളൂ ചെയ്യുകയാണ്, ഓർക്കൊന്നും അസ്സലാമു അലൈക്കും പറയണ്ട. നിസ്കരിക്കുകയാണ്, ഉള്ള അസ്സലാമു അലൈക്കും പറയണ്ട. ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുക, അസ്സലാമു അലൈക്കും പറയണ്ട. പഠിച്ചോനെ വല്ലതും കുടിച്ചും കൊണ്ട് തൊള്ളിയിൽ ഇങ്ങനെ കുടിച്ചും കൊണ്ടിരിക്കുകയാണ്, അസ്സലാമു അലൈക്കും പറയണ്ട. അവന് മുമ്പിൽ ഗ്ലാസ് ഉണ്ട്, വെള്ളമാണ് കുടിക്കില്ല, അപ്പോൾ പറയാം. വായിൽ ഭക്ഷണമുള്ളവർ, ഒരാൾ ഭക്ഷണം കഴിച്ചും കൊണ്ട് തൊള്ളിയിൽ ഭക്ഷണം കഴിച്ചും കൊണ്ട് നിൽക്കുക, അപ്പോൾ അസ്സലാമു അലൈക്കും പറയണ്ട. ആ താന്ന് മുമ്പിൽ ഭക്ഷണമുണ്ട്, ഓൻ കാര്യം പറഞ്ഞിങ്ങനെ കുത്തിരിക്കുകയാണ്, എപ്പോഴെങ്കിലും തിന്നതിനുകൊണ്ട് ഓണ്ടൊക്കെ അസ്സലാമു അലൈക്കും പറയാം. വായിൽ ഭക്ഷണമുള്ളവനോട് സലാം പറയണ്ട കേട്ടോ, പറയണമെന്നില്ല. പറഞ്ഞാൽ പറയൽ സുന്നത്തില്ല. അഥവാ ഞാൻ ഒരാൾ പറഞ്ഞാൽ അവർക്ക് മറക്കാൻ നിർബന്ധമില്ല. സഫീർ, ജസാക്കല്ലാഹു ഖൈറൽ ജസാ. ഷമീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഫീർ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അഫ്ഷുസ്സലാമ ബൈനക്കും. രണ്ടാമത്തെ ബോക്സാണ്, രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ ബോക്സ് അല്ലേ? ഒരു ബോക്സ് കഴിഞ്ഞ പാഠത്തിൽ എല്ലാ പാഠത്തിലും ബോക്സ് നല്ലോണം നോക്കണം. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാമു അലൈക്കും പറയൽ വ്യാപിപ്പിക്കുക. സലാം പറയൽ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും ഒറ്റരിയും പറഞ്ഞു, സലാമാക്കായിക്കോണ്ടി, സലാമാക്കാണല്ലോ. ഇങ്ങനെ അസ്സലാമു അലൈക്കും പറയും, നല്ല വിജയം ഉണ്ടാവും, നല്ല സ്നേഹമുണ്ട്, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും. നിക്കരിക്കാൻ തോന്നും, നോമ്പ് വെക്കാൻ തോന്നും, നല്ലത് പറയാൻ തോന്നും, കളവ് പറയാൻ തോന്നൂല, ആക്രമിക്കാൻ തോന്നൂല, മയക്കുമരുന്നുമായി ബന്ധപ്പെടാൻ തോന്നുന്നുണ്ടായി. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയും. എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയും. ആളെ അടങ്ങാറാക്കണ്ട. ഇവനെ കണ്ട അസ്സലാമു അലൈക്കും പറയും. പിന്നെ കുറച്ചപ്പുറത്ത് അസ്സലാമു അലൈക്കും, സ്കൂളിൽ പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കാണുന്ന പോലെ അപ്പോഴൊക്കെ അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയാം. അപ്പോൾ നല്ല ബർക്കത്തുള്ള കുട്ടിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതിന് തെദ്രീബാത്തുണ്ട്, കുറേ ഉണ്ട്, നമുക്ക് വീഡിയോനാക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. നഖറഉ വനഫ്ഹമു, വായിച്ചു മനസ്സിലാക്കാം. ഖാലുൻ, അമ്മാവൻ. സല്ലമ, സലാം പറഞ്ഞു. മുബ്തദിഉൻ, നവീനവാദി. ഫാസിഖുൻ, വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ. സ്വഗീർ, ചെറിയവൻ. റദ്ദ, സലാം അടക്കി. കബീറുൻ, വലിയവൻ. അങ്ങനെയും വായിക്കാം കേട്ടോ, നീട്ടിയിട്ടും വായിക്കാം വരിയായിട്ട്. മരീദ് പറഞ്ഞ രോഗിയിലെ. ഇനി അടുത്തത് ഇങ്ങോട്ട് ഇനിയുണ്ടോ? ഹുബ്ബുൻ, സ്നേഹം. ഖൈറൽ ജസാ, ഏറ്റവും നല്ല പ്രതിഫലം. ഹുഖൂഖുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ. ജസാക്കല്ലാഹു, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ.
തഷ്മീത്ത് ഇർഹമുക്കല്ലാ എന്ന് പറയുക. നമ്മളാത്ത പോലെ തുമ്മിയാൽ തഷ്മീത്ത്, തഷ്മീത്ത് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ ഇർഹമുക്കല്ലാഹ് എന്ന് പറയുന്നതിനാണ് തഷ്മീത്ത് എന്ന് പറയുക. നഫ്ഹമുൽ മഅന, അർത്ഥം പറയാം, മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹു തആലയുടെ രക്ഷയും അനുഗ്രഹവും ബറക്കത്തുകളും നിങ്ങളുടെ മേലുണ്ടാവട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും പറയണ്ടേ, ഇതൊരു പ്രാർത്ഥന എല്ലാവരോടും പറയാം കേട്ടോ. ഇമ്മാനോട് വരും അസ്സലാമു അലൈക്കും, അമ്മാക്ക് അത് അള്ളാഹ് റഹ്മത്തും കിട്ടും, ബറക്കത്തും രക്ഷയും കിട്ടും, അമ്മാക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ആഫിയത്ത് ഉണ്ടാവും, നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. നമ്മൾ അസ്സലാമു അലൈക്കും പറയും, അമ്മാക്ക് നല്ല ആരോഗ്യം ഉണ്ടായി കിട്ടൂലേ. അൽഹംദുലില്ലാഹ്. മുജീബ്, ഉത്തരം കണ്ടെത്താം, ഉത്തരം എഴുതാം. മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ എത്ര? 6. സലാം പറയുന്നതിൻ്റെ വിധി എന്തേ സുന്നത്ത്? സലാം അടക്കുന്നതിൻ്റെ വിധി എന്തേ നിർബന്ധം? സലാം പറയുമ്പോൾ സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? സലാം മനുഷ്യർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കോ, നന്മയും ബറക്കത്തും കൊണ്ടുവരും. 5. മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതെല്ലാം? കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തഷ്മീത്ത് ചൊല്ലുക, റഹമുക്കല്ലാ പറയുക, രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക. 6. ചോദ്യം 6. തഷ്മീത്ത് എന്നാൽ എന്ത്? തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കേട്ടവൻ ഇർഹമുക്കല്ലാഹ് എന്ന് പറയുന്നതിന്, ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കേട്ടോന് ഇർഹമുക്കല്ലാഹ് എന്ന് പറയും കേട്ടോ. മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ ഏതെല്ലാം? കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, കഫൻ നടഫാണ്, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. മുബത്തദി ആരാണ്? മുജാഹിദ്. ഞാൻ കലാക്കിയതാ, മുജാഹിദ് നിഷേധിക്കുമെന്ന് പറഞ്ഞ് ഇവിടെയാണ്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ളവർ. ഫാസിഖ് എന്ന് പറയുന്നത് ആർക്കാണ്? വൻദോഷം ചെയ്യുന്നവനും ചെറുദോഷങ്ങൾ പതിവാക്കുന്നവനും പറയുന്ന പേരാണ് ഫാസിഖ്. നംല ഉൽ ഫറാഗ്, വിട്ടഭാഗം പൂരിപ്പിക്കണം. വായിൽ ഡാഷ് ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല, ഭക്ഷണം. 2. ആദം നബി അലൈഹിസ്സലാമിന് ഡാഷ് സലാം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹു സലാം പഠിപ്പിച്ചു കൊടുത്തു. 3. തുമ്മിയാൽ ഡാഷ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം. 4. സലാം പറയുന്നതിനും അടക്കുന്നതിനും ഡാഷ് പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. 5. ആദം നബി അലൈഹിസ്സലാം സലാം ചൊല്ലി ഡാഷ് മടക്കി, മലക്കുകൾ മടക്കി. തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കേട്ടവൻ ഡാഷ് പറയണം, ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. ഇനി ചേരുമ്പോൾ ചേർക്കാനാ. വാഹനത്തിൽ പോകുന്നവർ, നടക്കുന്നവർക്ക്, നടക്കുന്നവർ ഇരിക്കുന്നവർക്ക്, ചെറിയവർ വലിയവർക്ക്, ചെറിയ സംഘം വലിയ സംഘത്തിന് ചേരുമ്പോൾ ചേർക്കുക, വരച്ചാലും മതി കേട്ടോ. നുൻഷി ഉൽ ജുമല, വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് മക്കളെ. വാക്യമുണ്ടാക്കണം, വാക്യം ഉണ്ടാക്കി പഠിക്കണം. വർദ്ധിപ്പിക്കും, വർദ്ധിപ്പിക്കും. ഒരു വാക്യം ഉണ്ടായിക്കാണി. സലാം ആയുസ് വർദ്ധിപ്പിക്കും. പഠിച്ചു, ഞങ്ങൾ പാഠം പഠിച്ചു, വാക്യം ഉണ്ടാക്കി. പറയാറുണ്ട്, വാക്യം ഉണ്ടാക്കി. ഞാൻ ഉമ്മയോട് സലാം പറയാറുണ്ട്. അടുത്തെത്തി, സ്കൂൾ ബസ് അടുത്തെത്തി. അല്പസമയം, അല്പസമയം കഴിഞ്ഞ് മദ്രസ വിടും. ഇങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കേണ്ടത്. ഒരു വാക്ക് കിട്ടിയാൽ നുഇദ്ദു ഫിഖ്റ. സലാം പറയുന്നതിൻ്റെ വിധിയും ഗുണങ്ങളും എഴുതുക. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുന്നത് വളരെ പ്രിയപ്പെട്ടതും വലിയ പ്രതിഫലമുള്ളതുമായ കാര്യമാണ്. സലാം ആദ്യം പറയുന്നത് സുന്നത്തും അതിന് മറുപടി പറയുന്നത് നിർബന്ധവുമാകുന്നു. സലാം പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും
അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഒട്ടേറെ നന്മകളും നമുക്ക് ലഭിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിലെ അഹങ്കാരവും ദേഷ്യവും മാറി സ്നേഹവും സൗഹൃദവും വളർത്താൻ സഹായിക്കും. നമ്മേക്കാൾ മുതിർന്നവർക്കും അധ്യാപകർക്കും കൂട്ടുകാർക്കുമെല്ലാം പുഞ്ചിരിയോടെ സലാം പറയുന്നത് നല്ല ശീലമാണ്. സലാം പറയുന്നതിലൂടെ അല്ലാഹു തആല നമ്മെ സ്നേഹിക്കുകയും നമ്മെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. മൊബൈലിലേക്ക് നോക്കി വായിച്ചാണ്, കുറച്ച് പ്രയാസമുണ്ട് അല്ലേ? അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്, നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്കുള്ള രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടിലും കുടുംബത്തിലും സന്തോഷം തരണേ അല്ലാഹ്. ഞങ്ങളെ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഉമ്മാക്കും ഉപ്പക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.